ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്രാച്ച് 3 ടർബോ വാപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സ്ക്രാച്ച് 3 നമ്മൾ യൂസ് ചെയ്യുന്നത് കോഡിങ്ങിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് കോഡിങ് പഠിക്കാൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഗെയിമുകൾ, ആനിമേഷനുകൾ കോഡ് മുഖേന ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ് നമ്മുടെ ടർബോ വാപ്പ് സ്ക്രാച്ച് 3 എന്ന് പറയുന്നത്. സോ സ്ക്രാച്ച് 3 വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നമുക്ക് എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യാൻ കഴിയില്ല. സോ അതിന് പകരം നമ്മൾ ഒരുപാട് എക്സ്റ്റൻഷൻസുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സോഫ്റ്റ്വെയറാണ് ടർബോ വാപ്പ്. ഏകദേശം നമ്മുടെ സ്ക്രാച്ച് 3 പോലെ തന്നെയാണ് ഇതുണ്ടാവുക. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നിങ്ങൾ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ടർബോ വാപ്പ് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓപ്ഷൻ കാണും, ടർബോ വാപ്പ് ഡെസ്ക്ടോപ്പ് ബെറ്റർ ഓഫ്ലൈൻ എഡിറ്റർ ഫോർ സ്ക്രാച്ച് 3. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ലിനക്സ് ആണെങ്കിൽ ലിനക്സിന് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെത് വിൻഡോസ് ആണ്. അപ്പോൾ വിൻഡോസാണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിൻഡോസ്, മാക് ഓഎസ്, ലിനക്സ് അതൊക്കെ ആവശ്യമുള്ളവർ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഫുള്ളി ഡൗൺലോഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫോൾഡർ എന്ന് കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ലൊക്കേഷനിലോട്ട് പോകും, ഡൗൺലോഡായ ലൊക്കേഷനിലോട്ട്. ഇതാണ് അതിൻ്റെ ഫയൽ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എഗ്രി കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ഓൺലി ഫോർ മീ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിവൺ ഹൂ യൂസ് ദിസ് കമ്പ്യൂട്ടർ, ആൾ യൂസേഴ്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസേഴ്സ്, ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളെ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് കൊടുത്താലും ഓക്കെയാണ്, രണ്ടിലും വർക്കാവും. അപ്പോൾ ഞാനത് മുകളിൽ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു, അഗെയിൻ യെസ് കൊടുക്കുക, എഗ്രി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എവിടെയാണ് ഇത് ഇൻസ്റ്റാൾ ആവുന്നതെന്ന് കാണിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ C ഡ്രൈവിൽ വേണ്ട, അല്ലെങ്കിൽ D ഡ്രൈവിലോട്ട് മാറുന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ലൊക്കേഷനിലോട്ട് മാറും. അപ്പോൾ ഞാൻ ഡിഫോൾട്ടായിട്ടുള്ള ലൊക്കേഷൻ തന്നെ കൊടുക്കുക. അപ്പോൾ ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടർബോ വാപ്പ് ഓപ്പൺ ആവും. ഇനി ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ചെയ്യാം. ഞാനിത് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആവണം. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ഫിനിഷ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടർബോ വാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എക്സ്റ്റൻഷൻസ് എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 2D നമ്മൾ ലിറ്റിൽ കൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ബോക്സ് 2D എന്ന് പറയുന്ന എക്സ്റ്റൻഷൻസൊക്കെ ഇവിടെ നിന്നാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ.